ഞാൻ പറയാറുണ്ട്, ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്നൊക്കെ പറയുന്ന പരിപാടി ഇങ്ങനെ ആരെങ്കിലും ഇവിടെ പ്രസംഗിച്ചുണ്ടാക്കിയതൊന്നല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നെ പോലെയോ നിങ്ങളെ പോലെയോ ആരെങ്കിലും പ്രസംഗിച്ചിട്ടോ വേദിയിൽ പ്രസംഗിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല നമ്മുടെ ഇടയിലുള്ള മതേതര ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ തെരുവിലും നമ്മുടെ കവലകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ വീട്ടിലുമൊക്കെ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവരും നമ്മളുമൊക്കെ ജീവിച്ചുണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷത എന്ന് പറയുന്ന പരിപാടി. പ്രസംഗമൂല്യമല്ല മതനിരപേക്ഷത. നിങ്ങളുടെ അടുത്ത വീട്ടിലിരിക്കുന്നത് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ലാതെ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എങ്കിൽ നിങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോധ്യമാണ്. അതല്ലാതെ അതൊരു പ്രസംഗമൂല്യമല്ല, നിങ്ങളുടെ ബോധ്യമാണ്, നിങ്ങളുടെ അനുഭവമാണ്. എന്നാൽ ഈ അനുഭവ മൂല്യത്തെ തന്നെ നമ്മുടെ നേർക്ക് നേരെ നമുക്ക് അനുഭവമുള്ള പരിപാടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ഭരണകൂടം എത്തിപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിലവിൽ സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത മനുഷ്യരുടെ കാര്യമൊക്കെ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും വലിയ സമരം ചെയ്ത മനുഷ്യരുടെ ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുമ്പോ സ്വാതന്ത്ര്യ സമരത്തിന്റെ പടിവാതിലിൽ കൂടെ പോവാത്ത, സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ തിളച്ചുമറിയുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്തെങ്കിലും ഒരു ജാഥ റോട്ടിലൂടെ പോകുമ്പോ, ഇപ്പൊ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾ ഇങ്ങോട്ട് ഒരു പ്രകടനമായി വന്നെത്തുന്നത് പോലെ നൂറുകണക്കിന് പ്രകടനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. ആ പ്രകടനങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും വേലിത്തറയിന്റെ മൂലയ്ക്ക് പോയി കാത്തുനിന്നിട്ട് ആ വേലിത്തറയുമ്പോ പിടിച്ചു നിന്നിട്ട് വല്ല നീർക്കോലിയെങ്കിലും കടിച്ച ഒരാളുടെ പേര് പോലും പറയാനില്ലാത്ത ഒറ്റ പ്രസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP എന്നത്. BJP എന്ന സംഘടനയെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്ന അതിന്റെ അടിസ്ഥാനമായ RSS എന്ന സംഘടന. RSS ആണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത സംഘടന.